നമ്മൾ ഈ റെമിറ്റൻസ് എക്കോണമിയെ പറ്റി നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അവിടെ നിങ്ങളോട് അയക്കുന്ന പണം. നമ്മൾ കേരളം ഇതുവരെ ഞങ്ങൾ പരിശോധിക്കാൻ പോവാണ്. റിവേഴ്സ് റെമിറ്റൻസ് ഉണ്ട് കേരളത്തിൽ. അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ 4 മില്യനും 5 മില്യനും ഇടയിൽ, 40 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടയിൽ ആളുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൂടെ ജോലി ചെയ്യുന്നുണ്ട്. സർ, അവര് ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് കൂലി കിട്ടുന്നത് ശനിയാഴ്ച. വളരെ കുറച്ച് പൈസയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് മദ്യപിക്കുന്നതിന്റെ പൈസ മാത്രമാണ് കാര്യമായിട്ട് സർക്കാരിലേക്ക് വരുന്നത്. അത് കുറച്ച് പെർസെന്റേജ് ആണ് അവരിൽ. ബാക്കിയുള്ളത് അവർ വളരെ ചെലവ് ചുരുക്കിയാണ് ജീവിക്കുന്നത്. അവർ ഗോതമ്പ് പൊടിയും ഉള്ളിയും സവാള പിന്നെ ദാലുമാണ്, പരിപ്പാണ് അവർ വാങ്ങിക്കുന്നത്. അറിയാലോ, പെരുമ്പാവൂരെ മെല്ലൊക്കെ കൃത്യമായിട്ട് വളരെ കുറച്ച് പൈസ സ്പെൻഡ് ചെയ്യും. അവര് നേരത്തെ തിങ്കളാഴ്ച രാവിലെയാണ് അവർ പണം അങ്ങോട്ട് അയച്ചിരുന്നത്. ഇപ്പൊ അവർ ഗൂഗിൾ പേയിൽ ശനിയാഴ്ച പേയ്മെന്റ് കിട്ടിയാൽ ഉടനെ ഗൂഗിൾ പേയിൽ അവർ പൈസ അയക്കുകയാണ്. സർ, റിവേഴ്സ് റെമിറ്റൻസ് ആയി. അതായത് നമ്മളിപ്പോൾ ഗൾഫിലോ അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെ പോകുന്നത് ആ രാജ്യത്തിന്റെ മൂല്യം ഉൽപ്പാദിപ്പിക്കാനാണ്. അവിടുത്തെ പ്രൊഡക്ഷൻസ്, അവിടുത്തെ സർവീസ് അതൊക്കെ കൂട്ടാനാണ്. അവിടുത്തെ കൂലി മാത്രമാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അതായത് ഏത് വിദേശ രാജ്യത്തായാലും, ദുബായിലായാലും അമേരിക്കയിലായാലും യൂറോപ്പിലായാലും ആ രാജ്യത്തിനല്ലേ അതിന്റെ ബെനിഫിറ്റ് മുഴുവൻ കിട്ടുന്നത്. നമുക്ക് കിട്ടുന്നത് കൂലി മാത്രമാണ്. അതൊരു പൈസയാണ്, അതായത് ഒരു വിപണന മൂല്യം മാത്രമാണ്. നമ്മൾ ആ രീതിയിലാണ് അതിനെ കാണുന്നത്. അതായത് ബംഗാളിലൊക്കെ ഇപ്പൊ കേരളത്തിലോട്ട് വന്ന് ജോലി ചെയ്യുമ്പോൾ കേരളത്തിലെ ഫാക്ടറി ആയാലും ഇൻഡസ്ട്രി ആയാലും അത് കുറഞ്ഞ ചെലവിൽ ഓടിക്കാനും കേരളത്തിലെ എക്കണോമിക് സിസ്റ്റത്തിനകത്ത് അതിന്റെ മൂല്യം ഉൽപ്പാദിപ്പിക്കാനും സാധിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരിക്കും മണ്ടത്തരമാണ് ഈ പറഞ്ഞ വി ഡി സതീശൻ ഇത് പറഞ്ഞത്. വി ഡി സതീശൻ ഇതിന് മുന്നേ, ഇലക്ഷന് മുന്നേ ഇതേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്നൊന്നും നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. കാരണം വി ഡി സതീശൻ ഏറ്റവും വലിയ ഇമേജിൽ നിൽക്കുകയായിരുന്നു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള ശത്രുതയായിരുന്നു. ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള ശത്രുത തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പിണറായി വിജയനോടുള്ള കടുത്ത ഒരു എതിർപ്പ് കാരണമാണ് ശരിക്കും വി ഡി സതീശൻ ഇപ്പോഴും പൂക്കി എന്നുള്ള രീതിയിൽ എല്ലാവരും പ്രശംസിക്കുന്നത്. ശരിക്കും അവിടെ ഈ നിയമസഭയിൽ പോലും ഒരാൾ എതിർത്ത് കണ്ടില്ല.